Welcome to Milma Present Ondannu Ruji, co-powered by Suntips and 916 Cocoa Brand Coconut Oil, special partner Amion and our education partner Moonar Catering College. എന്നത്തെ പോലെ ഇന്ന് നമുക്ക് പ്രിയങ്കരിയായ ഒരു അതിഥിയുണ്ട്. നമ്മുടെ എല്ലാം ഇഷ്ടപ്പെട്ട ലീന നായരാണ് ഇന്നത്തെ അതിഥി. നമുക്ക് സ്വാഗതം ചെയ്യാം. ലീന നായർ, വെൽക്കം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പരമസുഖം, അല്ലേ? നമുക്ക് ഭയങ്കര സന്തോഷം ഈ ഒരു ക്ഷണം സ്വീകരിച്ച് ഒന്നെന്ന രുചിയിലെ പ്രേക്ഷകരെടുത്ത് വന്ന് ഇവിടെ അറിയാം. ഇവിടെ വരുന്ന നിങ്ങളുടെ കഥകൾ നമ്മൾ പറയും. അതുകൂടാണ്ട് ഒരു സ്പെഷ്യൽ ഡിഷും നമുക്ക് ചെയ്യണം. ഓക്കെ, ആദ്യം തന്നെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് എന്താണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്നുണ്ടാക്കാൻ പോകുന്ന ഡിഷിന്റെ പേരാണ് ഞെട്ടൻ. റെഡി ആയിക്കോളൂ. കേസർ സ്മാരൻ. ശരിക്കും ഞെട്ടി. ഞാൻ കേസർ എന്ന് പറഞ്ഞ പോലെ കേസരി പിസ്ത എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അല്ല, കേസർ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ റവ വെച്ചിട്ട് കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതെന്താണ് സംഭവം? ഇത് ഒരു ഓസ്ട്രിയൻ വിഭവമാണ്. അപ്പൊ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആദ്യമായിട്ടാണ് ഈ ഒരു വേദിയിൽ ഒരു ഓസ്ട്രിയൻ ഡിഷ്, ഒരു യൂറോപ്പിലെ ഒരു ഓസ്ട്രിയൻ ട്രഡീഷണൽ ആയിട്ടുള്ള ഡെസേർട്ടാണ്. അപ്പോൾ അത് ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. സോ കാൺ വെയിറ്റ് ഗൈസ്. നമുക്ക് നേരെ ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം. ഓക്കെ, ലീന, ഇൻഗ്രീഡിയൻസ് എല്ലാം വന്നു. ആ പേരൊന്നുകൂടെ പറഞ്ഞു. എനിക്ക് പേര് കേട്ടിട്ട് എന്റെ ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. ഒന്നുകൂടെ കേട്ടോളൂ. കേസർ സ്മാരൻ. ശരി, നമുക്ക് മുട്ടയിൽ നിന്ന് തുടങ്ങാം. മുട്ട നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, 4 മുട്ടയും. ബേക്കിംഗ്, കുക്കിംഗ് ഇതൊക്കെ താല്പര്യമുള്ള ഒരാളാണോ? അതോ സത്യം പറഞ്ഞ ബേക്കിംഗ് എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ അധികം ബേക്കിംഗിലേക്ക് കടക്കാത്ത ഒരാളാണ്. ഇത് കേട്ടതൊന്നും കുക്കിംഗ് ഭയങ്കര അതെ, എനിക്ക് നാടൻ ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ രണ്ടും കഴിക്കാൻ കുറച്ച് കൂടുതൽ. അപ്പൊ നമുക്ക് മുട്ട സെപ്പറേറ്റ് ചെയ്ത് തുടങ്ങിയാലോ? ഇച്ചിരി പാടുള്ള പണിയാണ്. ഓക്കെ, അപ്പോൾ മുട്ട നമുക്ക് യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്യണം. വൈറ്റ് അതിലേക്ക് എത്ര മുട്ടയാണ്? 4 മുട്ട. 4 മുട്ട. കൃത്യമായ കണക്കോട് കൂടിയൊന്നും അല്ല സാധാരണ കുക്ക് ചെയ്യുന്നത്. പക്ഷെ ഇതിനു വേണ്ടി ഇവിടെ പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്കൊക്കെ പഠിച്ചിട്ടാണ് വന്നത്. ഓക്കെ, സാധാരണ ഷെഫ് എന്താണ് പ്രസിദ്ധി നേടിയത് നാടൻ ഭക്ഷണത്തിലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിനു മുൻപ് ഇങ്ങനെ വിദേശ ഭക്ഷണം കഴിച്ചതിൽ ഏതായിരുന്നു ഷെഫിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? വിദേശ ഇന്ത്യൻ ഫുഡ് അല്ലാതെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജപ്പാൻ, ഗ്രീസ്, ഇങ്ങനെയൊക്കെയുള്ള ഈവൻ ജർമ്മനിലൊക്കെ പോയി നമ്മൾ കഴിക്കുമ്പോൾ അവിടുത്തെ ഒക്കെ ഇഷ്ടമാണ്. കൂടുതൽ ഇഷ്ടം ജപ്പാനീസ് ക്വിസിനോടാണ്. ജാപ്പനീസ്.
ഓക്കെ, അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. ഈ മുട്ടയിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര 1 ടീസ്പൂൺ. ഓക്കെ, ഷുഗർ നന്നായിട്ട് പൊടിച്ചതാണ്, സാധാരണ ഷുഗർ അല്ല. വെച്ച് കഴിച്ചു, പൊരിച്ചു കഴിച്ചു. സൂപ്പറാണ് അല്ലേ? അത് സൂപ്പറാ. അപ്പൊ നമ്മള് മാവ് നന്നായിട്ട് ഇതിപ്പോ കറക്റ്റ് ഒരു ബാറ്ററായി. ശരിക്കും ഇത് എത്രയേ ഉള്ളൂ, ഇതൊരു നമ്മുടെ ഒരു നോർമൽ നമ്മുടെ മൈദയൊക്കെ വെച്ച പോലെ മാവ് പോലെ ആക്കുന്നു. ആ എഗ് യോക്കിനകത്ത് പൊടിച്ച ഷുഗർ ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് പാലൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് അതിന്റെ കറക്റ്റ് അളവിനുള്ള മാവ് നമ്മുടെ ദോശ ചുടുന്ന പരുവത്തിലൊരു ബാറ്റർ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് മെയിൻ. ഇനി അതെന്താണ് അതിന്റെ പരിപാടി അടുത്ത? അല്ല, ആ പരിപാടിക്ക് മുന്നേ ഇതിനകത്ത് 2 സാധനങ്ങളോട് പോകാനുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ ഈ സാധനം ഉപയോഗിക്കാതിരിക്കുക. വലിയവർക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ സാധനം ഉപയോഗിക്കാം, കാരണം ഇത് ലിക്കറാണ്. ഓക്കെ, അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ ദയവ് ഇത് ഉപയോഗിക്കാതിരിക്കുക. അല്ലാതെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനാണെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാം. റമ്മാണ്. എത്ര ml? ഒരു 30 ml. 30 ml. വാനില എസൻസ് ആണ്. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഒഴിച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാനില ഷുഗർ ആണ് കിട്ടുന്നതെങ്കിൽ ഏറ്റവും നല്ലത് അതിൻ്റെ കൂടെ തന്നെ യൂസ് ചെയ്യാം. നമുക്ക് പക്ഷേ ഈ വാനില ഷുഗർ അധികം കിട്ടാത്തതുകൊണ്ട് വാനില എസൻസ് പ്രത്യേകം ഒഴിക്കാം. ശരി, അപ്പോൾ നമ്മുടെ ഈ ബാറ്ററിലേക്ക് നമ്മൾ കുറച്ച് കിസ്മിസ് കൂടെ ഇടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സും ഇടാം, പക്ഷേ ഒറിജിനൽ റെസിപ്പിയിൽ നട്ട്സ് ഇല്ല. ഷെഫ് കഴിച്ചു നോക്കിയിട്ട് വേണം എനിക്ക് ട്രൈ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഈ ബാറ്റർ നമുക്ക് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാം. ഒന്ന് സെറ്റ് അപ്പോഴേക്കും നമുക്ക് എഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, എഗ് വൈറ്റിലേക്ക് ഒരു നുള്ള് ഉപ്പിടാം. ഒരു നുള്ള് ഉപ്പിട്ട ശേഷം നമുക്ക് നല്ലോണം ബീറ്റ് ചെയ്ത് വേണം. അതായത് മറ്റേ സ്റ്റിഫായിട്ട് ഇരിക്കത്തില്ലേ, അതുപോലെ കിട്ടണം. ആമിയോന്റെ ബ്ലെൻഡറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇതിങ്ങനെ അടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ
ഷെഫിന്റെ സഹായം വേണ്ടി വരും. എന്താ എനിക്കൊരു എന്തെങ്കിലും ആഡ് ചെയ്യണം? 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്യണം. എഗ് ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇതിനകത്തും കുറച്ച് പൊടിച്ച ഷുഗർ ഇട്ട് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ ഇടണം. ഇത് പാകമായോ എന്നറിയാൻ ചെയ്യുന്നൊരു ട്രിക്ക് ഉണ്ടല്ലോ. നമ്മൾ കുക്കിംഗ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അതിനകത്ത് അവർ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്കത് എന്റെ തലയുടെ മുകളിൽ വെച്ച് ചെയ്യാനുള്ള ധൈര്യമില്ല. കാരണം ചില ഷെഫ്സ് ഒക്കെ ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തലയുടെ മുകളിൽ വെച്ച് കാണിക്കും. എനിക്ക് തൽക്കാലം അത്രയും ധൈര്യമില്ല. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ആക്കി നോക്കാം. അപ്പൊ എന്തായാലും ഇത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കുറേശ്ശെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബാറ്ററിലേക്ക് ആഡ് ചെയ്യാം. ഇത് പിന്നെ ഒരുപാട് ഇളക്കാൻ പാടില്ല. ഇങ്ങനെ ശരിക്കും ആ ഫോൾഡിംഗ് മെത്തേഡാണ്. ഒരുപാട് നമ്മൾ ബീറ്റ് ചെയ്യും തോറും അതിന്റെ ഫ്ലഫിനെസ് കുറയും. അപ്പൊ അത് കുറച്ച് ക്ഷമയോടുകൂടി പതുക്കെ ചെയ്യേണ്ട പരിപാടിയാണ്. ഒരുമാതിരി പുളിച്ച മാവ് പോലായി. ആ മുട്ട ഇങ്ങനെ ആയപ്പോ നമ്മുടെ അപ്പമൊക്കെ മാവ് പുളിച്ചിങ്ങനെ പൊങ്ങില്ലേ, അതേ പരുവത്തിലെത്തി. അവസാനം ഉണ്ടാക്കി കഴിയുമ്പോ അപ്പം എന്ന് പറയരുത്. ഇത്രയും വലിയ ഇന്റർനാഷണൽ പേരൊക്കെ നോക്കി അവസാനം ചുടുമ്പോ തട്ടുദോശ അപ്പോന്ന് കല്ലപ്പം എന്നൊക്കെ പറയും മിക്കറും. അതാണ് നമ്മള് പുറമേ നമ്മള് ഭയങ്കര ഡിഷാന്ന് പേരൊക്കെ കേട്ടപ്പോ എന്തോ വലിയ സംഭവം. സ്മാഷ് എന്താണ് ഒന്നുകൂടെ പറഞ്ഞത്? കേസർ സ്മാരൻ. എത്ര കേട്ടിട്ടാ നിങ്ങൾ പഠിച്ചത്? അല്ല, ഞാന് ഭക്ഷണത്തിന്റെ പേര് പെട്ടെന്ന് മറക്കില്ല. ആൾക്കാരുടെ പേര് ചിലപ്പോ മറന്നു പോകും, പക്ഷെ ഭക്ഷണത്തിന്റെ പേര് മറക്കില്ല. അതിനൊരു കഥയുണ്ട്. ഈ കേസർ സ്മാരൻ എന്ന പേര് വരാൻ കാരണം, അതായത് കേസർ എന്ന് വെച്ചാൽ ജർമ്മനിലെ രാജാവ് എന്നാണ് അർത്ഥം, എംപറർ എന്നാണ് അർത്ഥം. റാണിക്ക് വേണ്ടിയിട്ട് അവിടുത്തെ പ്രധാന പാചകക്കാരൻ ഒരു ഡിഷ് ഉണ്ടാക്കി, ഒരു ഡെസേർട്ട് ഉണ്ടാക്കി. പക്ഷേ റാണിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. രാജാവ് വന്ന് ചോദിച്ചു, എന്തോ ഈ ഉണ്ടാക്കിയിരിക്കുന്ന സാധനവും. ഭയങ്കര പുച്ഛത്തോടു കൂടിയായിരിക്കാൻ ചോദിച്ചത്. അപ്പൊ ഈ സ്മാരൻ എന്ന വാക്കിന്റെ അർത്ഥം അതാണ്. വാട്ട് ഇസ് ദിസ് മെസ് എന്നുള്ള രീതിയിലാണ് അർത്ഥം. എന്താ ഈ സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോ രാജാവ് ഭയങ്കര ഇംപ്രസ്ഡ് ആയി. അങ്ങനെയാണ് അതാണ് ഡിഷിന്റെ സ്റ്റോറി. വേറെയും പല സ്റ്റോറീസ് ഒക്കെ കേട്ടു, പക്ഷെ ഇത് ഭയങ്കര രസമുണ്ട്. ഇതാണ് കൂടുതൽ പേരും പറയുന്നത്. അപ്പൊ ബട്ടറിലാണ്, ലോ ഫ്ലെയിമിൽ വെക്കാം. പാൻ ഇച്ചിരി ചൂടായി. അപ്പൊ ഞാൻ 1 മിനിറ്റ് ഇങ്ങടേക്ക് മാറ്റി ലോ ഫ്ലെയിമിൽ ചെയ്യേണ്ട പരിപാടിയാണ്. ഒരുപാട് ചൂട് വേണ്ട. ഒരു 30 ഗ്രാം ബട്ടറാണ് കണക്ക്. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് ബട്ടർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് വേണേ ഈ റെസിപ്പിയെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളൊരു നെയ്യൊക്കെ ഒഴിക്കും. ബട്ടർ തന്നെ വേണമെന്നില്ല, നെയ്യ് ഒഴിച്ചാൽ നമ്മുടെ മസാല ദോശക്കകത്തൊക്കെ ഗീ റോസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഈ സാധനത്തിനെ വേറെ രീതിയിലാക്കിയിടും. അപ്പോൾ ഇത് ചൂടായി, നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിക്കാം. ഒരു പകുതി ബാറ്റർ നമുക്ക് ആദ്യത്തെ ഒരു സെറ്റിന് എടുക്കാം. ഇനി ഇത് കുറച്ച് ക്ഷമ വേണം. ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് മറിച്ചിടാം. അപ്പൊ നമുക്കിത് അടച്ചു വെക്കാം. ഒരു എനിക്ക് തോന്നുന്നൊരു 4 മിനിറ്റ് ഒക്കെ മതിയാവുന്ന തോന്നുന്നു. ഈച്ച് സൈഡ്. ഓക്കെ, ഒരു ട്രിവാൻഡ്രംകാരിയാണ്, ഭക്ഷണപ്രിയയാണ്, ലോകത്ത് പല സ്ഥലത്തും ഒക്കെ പോയി കഴിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? ഞാൻ പൊതുവേ സീ ഫുഡിന്റെ ഒരു ആരാധികയാണ്. അപ്പൊ അതുകൊണ്ട് കഴിച്ചതെല്ലാം മീനുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകളാണ് ഉള്ളത്. ഫാദറിന്റെ സ്ഥലം മാഹിയാണ്. ഓക്കെ, അവിടെ നല്ല സീ, തലശ്ശേരി, മാഹി, വടകര എന്നൊക്കെ പറയുന്നത്. പക്ഷെ ശരിക്കും എനിക്ക് ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അവിടെ പോയിട്ട് അവിടുത്തെ പലഹാരം, ഈ കലത്തപ്പം എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ അവിടുത്തെ സാധനമാണ്. അതെ അതെ, ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. കല്ലുമ്മക്കായ, മാഹിയിലൊക്കെ പോയി കല്ലുമ്മക്കായാണ് അവിടെ നിന്ന് കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട. പിന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് കഴിച്ച ഓർമ്മകളാണ് കൂടുതലും. ഞാനും ഹസ്ബൻഡ് മഹേഷ് രണ്ടുപേരും ഫുഡീസാണ്. അതുകൊണ്ട് കട അന്വേഷിച്ച് പോയി കണ്ടുപിടിച്ച് കഴിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു പരിപാടിയാണ്. ഉണ്ട്. എവിടെയെങ്കിലും പോയാൽ ആദ്യം നോക്കുന്നത് അവിടെ തൊട്ടടുത്ത് ഏറ്റവും നല്ല റെസ്റ്റോറന്റ് എവിടെയുണ്ട്, എന്താണ് അവിടുത്തെ ഏറ്റവും നല്ല ഭക്ഷണം, റിവ്യൂസ് ഒക്കെ നോക്കി പോയി കഴിച്ചു നോക്കും. അങ്ങനെ യാത്ര ചെയ്ത് കഴിച്ചിട്ടുണ്ട് ഒരുപാട്. അപ്പൊ ഇത് ഇതൊക്കെ കണ്ടിട്ട് ഇതേപോലൊക്കെ തന്നെ ആണോ? നമുക്ക് നോക്കാം. ലുക്കിലല്ല, ടേസ്റ്റിലാണ് കാര്യം. ശരിക്കും ഇത് നമുക്കൊന്ന് മറിച്ച് നോക്കാം. അതായത്
അടിവശത്ത് ആ ഒരു അനങ്ങുന്നുണ്ട്, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ മൊത്തമായിട്ട് മറിക്കണ്ട ഷെഫ്, നമുക്കതിനെ ഇങ്ങനെ 4 ആയിട്ട് കട്ട് ചെയ്യാം. ഇപ്പൊ ഷ്രെഡ് ചെയ്യണ്ട, നമുക്കതൊരു ക്രോസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഓരോ പീസായിട്ട് കട്ട് ചെയ്ത് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനിപ്പോ ഷെഫ് ഇങ്ങനെ അത് ഉയർത്തിയപ്പോ അടിവശം നമുക്ക് കുറച്ചും കൂടി ഒരു ഗോൾഡൻ കളേർഡ് ആയിട്ട് കിട്ടണം. അപ്പൊ നമുക്ക് കുറച്ച് തീ കൂട്ടി വെക്കാം. കട്ട് ചെയ്ത് 4 പീസാക്കാം. കട്ട് ചെയ്ത് അതെ നിങ്ങൾക്കിനി എന്താണ്, അയ്യോ കൃത്യമാ ഷേപ്പ്, ആ ഒരു പ്രശ്നമേ ഈ ഡിഷിനില്ല. എങ്ങനെ വേണേലും ആക്കിയെടുക്കാം. എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് മുഴുവൻ ഈ ഡിഷിന് തീർക്കണം. ശരിക്കും കാണുമ്പോഴേ അയ്യോ ഇതെന്തോ ഒരു കാഴ്ചയിലൊരു സുന്ദരനൊന്നും അല്ല ഈ ഡിഷ്. അതുകൊണ്ടാണ് രാജ്ഞിക്ക് ഇഷ്ടപ്പെടാണ്ട് പോയത് ചിലപ്പോ ആയിരിക്കാം. അല്ല ഭയങ്കര റിച്ച് ആണല്ലോ സാധനം, ഈ ബട്ടറും കുറെ ഷുഗറും ഒക്കെ ഇടുമ്പോഴേ. അപ്പൊ നമുക്കിനി ഇത് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ഫ്ലെയിം നമുക്കൊന്ന് കുറയ്ക്കാം. ശരിക്കൊരു കേക്ക് ഒക്കെ ബേക്ക് ചെയ്യുന്ന അതേ രീതിയിൽ നമുക്ക് പാനിനകത്ത് ചെയ്യാവുന്നതാണ് ഇങ്ങനെയൊക്കെയുള്ള ഡിഷിന്റെ പ്രത്യേകത. ഇത് ഓവനിലും ചെയ്യാൻ പറ്റും, പക്ഷേ പാനാണ് ബെസ്റ്റ്. കാരണം ഈ കളർ കിട്ടണമെങ്കിൽ ഈ കളറാണ് ഇത്. അപ്പൊ ഒരു 2 മിനിറ്റ് ഇങ്ങനെയും കൂടെ കിടന്നിട്ട് നമുക്ക് ആ അടിയിലും ഇതേ കളർ ഇനി അടക്കണ്ട, കാരണം ഈ ഭാഗം കുക്കായാലോ. ഇനി ഒരു 2 മിനിറ്റ് കൂടി കിടന്നിട്ട് ഇതേ നിറം നമുക്കൊന്ന് അടിയിലൂടെ കിട്ടിയാൽ നല്ല ഗ്ലാമർ ആവും. എന്നിട്ട് പിന്നെ അടുത്ത പരിപാടി ഇതിനെ കീറി മുറിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഷ്രെഡ് ചെയ്താലോ? മതിയാവും തോന്നുന്നു. അപ്പൊ നമ്മളിങ്ങനെ ഷ്രെഡ് ചെയ്തിട്ടു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര അതിന്റെ പുറത്തുകൂടി വെതറി കൊടുക്കാം. എന്നിട്ട് അതൊരു 2 മിനിറ്റ് ഒന്ന് കാരമലൈസ് ആവണം. ഡൺ, നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ ലീനയുടെ വെരി സ്പെഷ്യൽ ആയ ഒരു ഓസ്ട്രേലിയൻ റെസിപ്പി അവിടെ ആ നാട്ടിൽ പോയി കണ്ടിഷ്ടപ്പെട്ടു. ആ റെസിപ്പിയെ കുറിച്ച് കൂടുതൽ ചോദിച്ചറിഞ്ഞു. പിന്നീട് അതിനെക്കുറിച്ച് നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ട് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉണ്ടാക്കിയാണ്. കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, പക്ഷേ വെരി ഈസി. നിങ്ങൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. ഞാനിത് കഴിച്ചു നോക്കി ഓൾറെഡി. എന്നാലും ഒഫീഷ്യലായിട്ട് കഴിക്കാം. ഒഫീഷ്യലായിട്ട് കഴിക്കും മുന്നേ 1 മിനിറ്റ്. അല്ല ശരിക്കും അത് ഡസ്റ്റിംഗ് ഷുഗർ ഇല്ലേ, അതും കൂടെ ഇട്ടിട്ട് ശരിക്കും മഞ്ഞ് പെയ്തതുപോലെ ഉണ്ടാവും കാണാൻ. പക്ഷെ ഇതിപ്പോ കുറച്ച് കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. സാരമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ശരിക്കും ഒരു എന്താ പറയാ, സ്നോയുടെ ഫീലൊക്കെ നമുക്ക് ശരിക്കും കഴിക്കുമ്പോൾ തോന്നും. ചിലയിടത്ത് മിന്റും കൂടി സ്പ്രെഡ് ചെയ്യും. ഇപ്പൊ എന്തായാലും നമ്മൾ സൈഡായിട്ട് ഓൾറെഡി റെഡിമെയ്ഡ് ജാം ഉണ്ട്. അപ്പൊ നമ്മളിത് കഴിക്കാൻ പോവാണ്. കുറച്ച് ജാം. ഓക്കെ, അടിപൊളിയാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ആ ഒരു മിൻറ്റിൻ്റെ ഒരു ചെറിയൊരു ഇലയും കൂടെ കിട്ടി. അപ്പോൾ ആ മിൻറ്റിൻ്റെ ആ ഫ്രഷ്നെസ് നമുക്കറിയാം. അത് കൂടാണ്ട് എഗ്ഗും ബട്ടറും അതുപോലെ ഇതിനകത്ത് ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ വളരെ ഫ്രഷ്ലി കുക്ക് ചെയ്തൊരു പാൻ കേക്കും ജാമും. അപ്പോൾ ഗൈസ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു ലീന ഫോർ എ വണ്ടർഫുൾ റെസിപ്പി നമ്മുടെ ഈ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നു. എന്തായാലും നിങ്ങൾ വെറും കൈയോടെ വിടുന്നില്ല, ഒരു സമ്മാനം. ആയിക്കോട്ടെ. ആദ്യം തന്നെ 916 കോക്കോ ബ്രാൻഡിന്റെ ഒരു ഗിഫ്റ്റ്. അമിയോൺ ബ്രാൻഡിന്റെ മറ്റൊരു ഗിഫ്റ്റ്. നമ്മുടെ പ്രേക്ഷകരോട് 2 വാക്ക് പറയും. ഓക്കെ, ഇങ്ങനൊരു ഡിഷ് ശരിക്കും ഈ എപ്പിസോഡിലേക്ക് കൊണ്ടുവരണം ഭയങ്കര ആഗ്രഹത്തോടെയാണ് കൊണ്ടുവന്നത്. എന്തായാലും അത് വിജയിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ഇനി നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഇന്നൊരു സിമ്പിളായിട്ട് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മഷ്റൂം കറിയാണ്. നമുക്ക് പ്രഭാത ഭക്ഷണങ്ങളോടോ ഉച്ചയ്ക്ക് ചോറിൻ്റെയോടോ അല്ലെ രാത്രി ചപ്പാത്തിയോടോ ഒക്കെ കഴിക്കാൻ പറ്റിയ കറിയാണ്. അപ്പോൾ എളുപ്പത്തിലുണ്ടാക്കാം. എങ്ങനെയാണ് മഷ്റൂം കറി ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ മഷ്റൂം നമ്മളൊന്ന് മറിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അത് ഗ്രില്ല് ചെയ്തിട്ട് ഈ കറിയുടെ മസാലയിൽ ആഡ് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിൽ കുറച്ച് നോർമൽ ഓയിൽ, ആവശ്യമുള്ള ഉപ്പ്, ലേശം കുരുമുളക് പൊടി, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി 2ആയിട്ട് കട്ട് ചെയ്ത മഷ്റൂം ഇട്ടു. ആ ഓയിൽ ഇതിനെ ഒന്ന് മറിനേറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കുകയാണ്. പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടാകുമ്പോൾ ചെറിയ ഉള്ളി,
കുറച്ച് സവാള ഉള്ളി, പച്ചമുളക്. മസാല റെഡിയാവുന്ന സമയത്ത് നമുക്ക് ഈ മഷ്റൂം മറിനേറ്റ് ചെയ്ത മഷ്റൂം ഗ്രില്ല് ചെയ്തൊരു പാനിൽ, ഇത് ഡയറക്റ്റായിട്ട് ഈ കറിയിൽ ഉണ്ടാക്കാം, പക്ഷെ കുറച്ചുകൂടെ രുചി കൂട്ടാനായിട്ടാണ് നമ്മൾ ഈ ഒരു പാനിൽ ഇതിനെ ഗ്രില്ല് ചെയ്തെടുക്കുക. ഗ്രില്ല് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ അവസാനം പെട്ടെന്ന് തന്നെ ആ ഒരു ഗ്രില്ലിൻ്റെ ടേസ്റ്റോട് കൂടിയ കറിയായിട്ട് കിട്ടും. അപ്പോൾ ഒരു പാൻ ചൂടാക്കി ലേശം വെളിച്ചെണ്ണ ഒഴിക്കാം. മറിനേറ്റ് ചെയ്ത മഷ്റൂം ഈ ചൂടായ പാനിലേക്ക് ഇടുകയാണ്. കുറച്ച് കറിവേപ്പില, ഇനി ഇതിൻ്റെ മസാല ആഡ് ചെയ്യാണ്. ലേശം മഞ്ഞൾപ്പൊടി. ആദ്യം നമ്മൾ മഷ്റൂം മാറിനേറ്റ് ചെയ്തപ്പോഴും മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു, അതുകൊണ്ട് വളരെ കുറച്ച് മതി. മുളക് പൊടി എരിവിനനുസരിച്ചിട്ട്, ഇതൊരു 1.5 സ്പൂൺ മുളക് പൊടിയാണ്. 1 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഉപ്പ്, ലേശം ഗരം മസാല. മസാല പൗഡർ ഉള്ളിയായിട്ട് നന്നായിട്ട് യോജിച്ച് മൂത്ത് വരുന്ന സമയത്ത് 1 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നു. തക്കാളി കട്ട് ചെയ്തത്, ഉള്ളിയും തക്കാളി നന്നായിട്ട് വാടുന്ന സമയത്ത് തന്നെ മഷ്റൂം ഏകദേശം കുക്കായിട്ടുണ്ട്. കറിക്ക് ചാറിനുള്ളതാണ്. ഇത് തേങ്ങാപ്പാൽ ചേർത്ത മഷ്റൂം കറിയാണ്. മഷ്റൂം പാൽ കറി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് മഷ്റൂം നന്നായിട്ട് ഗ്രിൽ മാർക്കായിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു ബ്രൗണിഷ് കളറിലേക്ക് എത്തി. ഇനി ഇത് പാല് തിളച്ച് കഴിഞ്ഞു. ഈ കുക്കായ മഷ്റൂം ഇതിലേക്ക് ചേർത്ത് ഓൾറെഡി മഷ്റൂം ഗ്രില്ലായി കുക്കായിട്ടുണ്ട്. ഇനി തേങ്ങാപ്പാലിനോട് ചേർന്ന് ഒരു 3 മിനിറ്റ്സ് നന്നായിട്ട് തിളയ്ക്കുമ്പം ഈ കറി റെഡിയാവും. അവസാനം ഒരു ലേശം മല്ലിയില, ഒരല്പം കുരുമുളക് പൊടി. അങ്ങനെ മഷ്റൂം കറി റെഡി ആയിരിക്കുകയാണ്. കറി നല്ല തിളച്ചു. അതിൻ്റെ കളർ തന്നെ നമുക്ക് കണ്ടാൽ അറിയാം. ചുമന്ന ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ട്. തേങ്ങാപ്പാലിനകത്ത് ഗ്രില്ല് ചെയ്ത മഷ്റൂം കറിയാണ്. വളരെ വേഗത്തിൽ ഉണ്ടാക്കാവുന്ന, മഷ്റൂം ഇഷ്ടപ്പെടുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക മഷ്റൂം പാൽ കറി. താങ്ക് യു സോ മച്ച്.